തിരുവനന്തപുരത്ത് നടക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ പൊതു ഹിയറിംഗിൽ KSEB ചെയർമാൻ ബിജു പ്രഭാകറെ സംസാരിക്കാൻ അനുവദിക്കാതെ KSEB ഉപയോക്താക്കൾ. ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു, KSEB ഹിയറിംഗിൽ ബിജു പ്രഭാകറെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. രോഷാകുലരാണ് അവിടെ എത്തിയിട്ടുള്ളവർ. നിലവിലെ സാഹചര്യം നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കമ്മീഷൻ വിളിച്ചു ചേർത്ത പൊതു ഹിയറിംഗിൽ ഇപ്പോൾ ജീവനക്കാരും അതോടൊപ്പം KSEB ജീവനക്കാരും പൊതുജനങ്ങളും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. കാരണം ഈ റെഗുലേറ്ററി കമ്മീഷൻ വിളിച്ചു ചേർത്ത പൊതു ഹിയറിംഗിൽ ആദ്യം സംസാരിക്കുന്നത് പെറ്റീഷന്റെ ഭാഗമാണ്. ആ പെറ്റീഷൻ എന്ന് പറയുന്നത് ഇവിടെ KSEB ആണ്. KSEBയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ബിജു പ്രഭാകരാണ് ഈ വൈദ്യുതി വിതരണത്തിലെ നഷ്ടവും അതോടൊപ്പം തന്നെ വൈദ്യുതി വിതരണത്തിലെ ലാഭവും അടുത്ത വർഷങ്ങളിൽ എങ്ങനെ വൈദ്യുതി ഉപയോഗപ്രദമായി ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സെമിനാർ നടത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൊതുജനങ്ങൾ ദോഷാകുലരായത് ബിജു പ്രഭാകർ ബിജു സാറിന് സംസാരിക്കേണ്ട ബിജു സാറിന് സംസാരിക്കാനുള്ളത് സംസാരിച്ചു കഴിഞ്ഞു. ബിജു സാർ സംസാരിക്കാനുള്ളത് മാധ്യമങ്ങളോട് മാത്രം പ്രതികരിച്ചാൽ മതി, ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ആവശ്യം അറിയിക്കാനാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പൊതുജനങ്ങൾ തർക്കത്തിലേക്ക് വന്നത്. തുടർന്ന് ബിജു പ്രഭാകറെ സംസാരിക്കാൻ അനുവദിച്ചില്ല. ബിജു പ്രഭാകർ സംസാരം അല്ലെങ്കിൽ ആ സെമിനാർ അവിടെ വെച്ച് അല്ലെങ്കിൽ ഈ താരിഫ് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട വിശദീകരണം 7 മിനിറ്റുകൾ പിന്നീടുമ്പോൾ നിർത്തി. അതിനുശേഷം KSEB ജീവനക്കാരും പൊതുജനങ്ങളും തമ്മിൽ തർക്കമായി. റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പെറ്റീഷണർക്ക് 25 മിനിറ്റാണ് ഇത്തരത്തിൽ സമയം നൽകിയിട്ടുള്ളത്. അതിലിപ്പോൾ ഏതാണ്ട് 10 മിനിറ്റായിട്ട് ചുരുക്കിയിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഇത് എല്ലാവരുടെയും പരാതികൾ കേൾക്കാൻ സാധിക്കും എന്നൊരു തരത്തിൽ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായി. അപ്പോൾ എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സമാധാനപരമായിട്ടാണ് നടക്കുന്നത്. കാരണം നമുക്കറിയാം സംസ്ഥാനത്ത് 2027 വരെയുള്ള വൈദ്യുതി ഉപഭോഗമായി സമ്മർ താരിഫിൽ വർധനവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSEB റെഗുലേറ്ററി കമ്മീഷന് മുന്നാകെ ശുപാർശ നൽകിയത്. ഈ ശുപാർശയിൽ മേലാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ പൊതുജന താല്പര്യം ഹിയറിംഗ് വെച്ചത്. അതിൽ കോഴിക്കോട് പാലക്കാടും KSEBക്കെതിരെ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ഓരോ ഘട്ടത്തിലും ഉണ്ടായത്. അന്ന് സമാനമായ രീതിയിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ 5-ാം തീയതി നടത്തേണ്ടിയിരുന്ന ഈ ഹിയറിംഗ് ആളുകൾ കൂടുതലായതുകൊണ്ട് തന്നെ 11-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ നിലവിൽ എന്തായാലും പൊതുജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ താരിഫ് വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങളാണ് KSEB ചെയർമാൻ ബിജു പ്രഭാകർ റെഗുലേറ്ററി കമ്മീഷന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ കഴിഞ്ഞ വേനൽ അതായത് മെയ് മാസത്തിൽ ഏതാണ്ട് 6000 മെഗാവാട്ട് വൈദ്യുതി മെയ് 2-ാം തീയതി മാത്രം ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. ചില സമയങ്ങളിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ 2 ദിവസം 500 വോൾട്ട് വൈദ്യുതി ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് പവർ കട്ട് ഏർപ്പെടുത്തേണ്ട സാഹചര്യം വന്നു. അതോടൊപ്പം തന്നെ ഈ കാറ്റാടിയിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി അതോടൊപ്പം തന്നെ ബ്രഹ്മപുരം, നല്ലിളം തുടങ്ങിയ പ്ലാന്റുകളൊന്നും നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വൈദ്യുതി രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വരുമെന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നമുക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന പൊതു ഹിയറിംഗിൽ പ്രതീക്ഷിക്കാം. ജനങ്ങൾ രോക്ഷാകുലരാണ്. ബിജു പ്രഭാകർ ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. രോഹിണി. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.